ആ തുടങ്ങാം. ഇപ്പം എങ്ങനെ ആര് തുടങ്ങും? എന്തിനെക്കുറിച്ചാണ് തുടങ്ങുന്നത്? നമ്മൾ ദേവദൂതൻ്റെ റീ റിലീസിനെ പറ്റി. ദേവദൂതൻ റീ റിലീസ് 4K റീമാസ്റ്റേർഡ് വേർഷൻ്റെ റീ റിലീസ് ഞങ്ങൾ എപ്പോഴും കരുതിച്ച് നല്ല രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ കാണാനൊരു ഭയങ്കര ഒരു എന്താ പറയുക, പുതിയൊരു ഫീലിംഗ്. അത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത പടത്തിൻ്റെ ആ ക്വാളിറ്റി ഭയങ്കരമായിട്ട് അറിയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതുപോലെ മ്യൂസിക്കും നമുക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ കേട്ടപ്പോൾ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായില്ലേ. അത് രണ്ടുമായിരുന്നു മേജർ. എനിക്കും ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷമായി അത് കണ്ടിട്ട്. അത് പിന്നെ പണ്ടെങ്ങാണ്ട് ഫുള്ള് കണ്ടതാണ്. പിന്നെ ഈ പറയുന്ന പോലെ അറ്റവും മൂലയും പീസൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ചുമ്മാ തിയേറ്ററിൽ പോയിട്ട് മൊത്തം കണ്ടേക്കാന്ന് പറഞ്ഞ് കണ്ടു. അത് ഭയങ്കര രസമായിരുന്നു. ഈ പഴയ പടങ്ങളും ഇത്രയും നല്ല ക്വാളിറ്റി കാണാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ ഈ കണ്ടുള്ളതെല്ലാം ടി വിയിൽ ഭയങ്കര ഷോവും ക്വാളിറ്റിയിലാണ്. ഇത്രയും നല്ല ക്വാളിറ്റി. പിന്നെ ഫിലിമിൽ കണ്ട പടം ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് അറിഞ്ഞ് കാണുന്നതൊക്കെ അടുത്തിടയ്ക്കാണ്. ഇപ്പോൾ ഈ റീമാസ്റ്ററൊക്കെ വന്നേ. പിന്നെ പണ്ടൊക്കെ ഫിലിം ഷൂട്ട് ചെയ്ത പടം കാണാൻ പോകുന്നുണ്ട്, ജസ്റ്റ് പടം കണ്ടിട്ട് ഇറങ്ങി വരും. പക്ഷേ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ശ്രദ്ധിക്കുന്നത് പണ്ട് പടം കാണാൻ പോകുന്നു. ഇപ്പം കുറച്ചുകൂടെ ഇതൊക്കെ അറിയാനൊക്കെ ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അത് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഡിജിറ്റൽ കണ്ട് ഇപ്പോൾ ഈ പറയുന്ന സോഫ്റ്റ്നെസ് ഒക്കെ വരുത്തിയുള്ള സിനിമകൾ കണ്ടിട്ട് ഇപ്പോൾ ഫിലിമിൽ ഇത്രയും ക്വാളിറ്റി ഒക്കെ വരുമ്പോൾ ഒരു രസമുണ്ട് കാണാൻ. ഇപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫിലിം ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഒരു നല്ല എക്സാമ്പിൾ. ഇത് അത്യാവശ്യം അവർ ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടെ ഡിജിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഒരു ഫിലിമിൽ ഷൂട്ട് ചെയ്ത ക്വാളിറ്റി ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് നമുക്ക് ആ പാട്ടിലെ പെങ്കൊച്ചിൻ്റെ ഫേസ് തന്നെ കാണാൻ പറ്റും. അത് ഞാൻ പണ്ട് കാണുമ്പോൾ ഞാൻ വിചാരിച്ചതൊരു എന്താ മറ്റേ ക്രിയേറ്റീവ് ഡിസിഷൻ ആണ്. ഫേസ് കാണിക്കാൻ പാടില്ല, അതായത് അവരുടെ ചെറുപ്പം കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു. അങ്ങനെയായിരുന്നു. ഇത് പുതിയതിൽ അങ്ങനെ ലിഫ്റ്റ് ചെയ്താണെന്ന് അറിയില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നമ്മൾ TV കണ്ടതിൻ്റെ ആയിരിക്കാം. പക്ഷെ തിയേറ്ററിൽ ഇത് കണ്ടപ്പോൾ ശരിക്കും ഫസ്റ്റ് ടൈം അപ്പോഴാണ് നമ്മൾ ഇതായിരുന്നു ആ കൊച്ചിന്റെ മുഖം എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലായി. ഇപ്പോഴാണ് മറ്റേ ലിപ്സിംഗ് ഒക്കെ മൊത്തം ഔട്ടാണ്, വേറെ എന്തൊക്കെ പാടുന്നവര്. അത് തന്നെ, അത് നമ്മൾ ഈ സ്ക്രീൻ കാണുന്നുണ്ട്. നമുക്ക് അതൊക്കെ പെട്ടെന്ന് സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇത് വേറെ ഭാഷയിലെ ഡബ് ചെയ്ത് ഇവർ വേറെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രധാന ഒരു പ്രശ്നം തോന്നിയത് ഈ ഇടയ്ക്കത്തെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. എസ്പെഷ്യലി ജഗതിയുടെ സീനുകളും പിന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ കട്ട് കളഞ്ഞില്ലേ. ഇത് കട്ട് ചെയ്തപ്പോൾ ഇവർക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്യിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്യിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം അതായിരുന്നു. ആ ജമ്പ്, അവിടെ ഒരു ഭയങ്കര വലിയ ജമ്പുണ്ട്. ആ ജമ്പ് ബേസിക്കലി കുറേ നേരം അരോചകമായിരുന്നു. അത് ത്രൂ ഔട്ട് പടത്തിലുണ്ടല്ലോ. ആ ജമ്പ് മാത്രമല്ല, ചില സീനിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരു ഇത് വെച്ച് കട്ട് ചെയ്യണം. അത് തന്നെ, അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സീൻ എൻഡ് ആവാതെ അടുത്ത സീനിലേക്ക് ജമ്പായി പോകും. അപ്പോൾ അത് ഈ സിനിമ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ട്, കുറേ തവണ കണ്ടിട്ടുണ്ട്. ഈ തിയേറ്ററിൽ വന്ന് കാണുന്ന മെജോറിറ്റി ആൾക്കാരും ഈ പടം ഒരുപാട് തവണ കണ്ടിട്ട് വന്നവരാ. എന്നാൽ പോലും നമുക്കിത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്തു. കാരണം അതവരത് എന്താ പറയുക, അവരുടെ ഡിസിഷൻ അത് വേറെ ജോയിൻ ചെയ്യിക്കാൻ വേറെ ഓപ്ഷൻ ഉണ്ടാകത്തില്ല. അത് ശരിയാണ്. പിന്നെ ടെക്നിക്കൽ ടീമിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്തോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഓഡിയോ അവർക്ക് കിട്ടിയത് മാസ്റ്റർ കോപ്പിയാണ്, മറ്റേ ട്രാക്കുകളെല്ലാം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരിത് സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അതിൽ റീവർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ റീവർക്ക് ചെയ്ത് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് അങ്ങനത്തെ എന്തൊക്കെയാണ് എക്സ്ട്രാ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് എന്തോ ചെയ്തിട്ടുണ്ട് റീവർക്ക്, അത് വിദ്യാസാഗറിന്റെ അവരുടെ ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞത് ഈ കട്ടിങ് പോയിന്റ് വിഷ്വലിൽ ഇവിടെ കട്ട് ചെയ്യണമെന്ന് തോന്നിയാലും ഓഡിയോയിൽ ചിലപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് ആ ജോയിനിങ് പോയിന്റൊക്കെ റീച്ച് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് അവർക്ക് രണ്ടും സൗകര്യപ്രദമെന്ന രീതിയിലൊക്കെ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കട്ട്സൊക്കെ ജമ്പായിട്ട് വന്നതായിരിക്കും. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് ഭയങ്കരമായിട്ട് ചാടിപ്പോകുന്നു. അതായത് പടം 2 മണിക്കൂർ 10 മിനിറ്റ് ടോട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന വർഷം 2 മണിക്കൂർ 10 മിനിറ്റ്. അതെ അതെ അതെ, 2 മിനിറ്റ്. ഇല്ല, ആക്ച്വലി ജഗതി ചേട്ടൻ്റെ പോർഷൻസ് മൊത്തം ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അതിന് പോയപ്പം ജഗതി ചേട്ടൻ ഉള്ള ചില സീനുകളുണ്ട്. ആ സീനിൻ്റെ നടുഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ അറ്റവും അതിൻ്റെ ആദ്യവും അവർ കട്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട എക്സ്പോസിഷൻ മിസ്സായിട്ടുണ്ട്. അതായത് പടത്തിന് ആഡ് ചെയ്യുന്ന ഈ കോമഡി എലമെന്റ് കാരണം അവർ എടുത്തു കളയുന്നു. പക്ഷേ പുള്ളി ആഡ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു, അത് മിസ്സായതുപോലെ. അതെ, ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ പട്ടിയുടെ സീക്വൻസ് കംപ്ലീറ്റ് പട്ടി ഒരു പ്രധാന എലമെന്റ് പടത്തിനും. അതെ, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു സീനായിട്ട് ഉപയോഗിക്കാനും പറ്റത്തില്ല. ഒന്നുകിൽ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഈ പുള്ളി കഥയിൽ കൊണ്ടുവരുന്ന ആ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ, അത് മാത്രം വെച്ചിട്ട് ബാക്കി ഈ കോമഡി എലമെന്റുകൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ഇവർ അന്ന് തന്നെ ഈ
അന്നത്തെ തീരുമാനമാണല്ലോ. അതായത് സിനിമയിൽ ഈ പറഞ്ഞ പോലെ തമാശ വേണമെന്നോ അന്ന് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഇത് റീച്ച് ആവാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹീറോ വരുന്നു, ആ ഹീറോയുടെ എന്താ പറയുക ഫാൻസിന് വേണ്ടിയുള്ള ഫാൻ സർവീസും എല്ലാം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ എക്സ്പെരിമെൻ്റൽ സിനിമയായിരിക്കും. അപ്പോൾ അന്ന് ഇതിനെ ഈ കഥയ്ക്കകത്തൊന്നും മാറി നിൽക്കാതെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ ജമ്പ് വരുന്നത്. ഈവൻ ഇത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞാലും നമുക്കത് ഭയങ്കര വലിയ മുഴിച്ച് നിൽക്കുന്ന പോലെ തോന്നത്തില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമായിരുന്നു. കാരണം സ്റ്റാർട്ടിങ് ജഗതി ചേട്ടൻ മറ്റേ ഉളുക്ക് വീണിട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നുള്ള സാധനങ്ങൾ കട്ടി സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പം ആ മൂഡ് പിടിച്ച് കുഴപ്പമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇന്നാവുന്നേ ഉള്ളല്ലോ. നമ്മൾ ഇന്നാവുന്നത് പറയണ്ടല്ലോ, നമ്മളെല്ലാം ഇത്ര പടം കണ്ടതാ. പക്ഷെ എന്നാലും നമുക്ക് സിനിമ തുടങ്ങുന്നതിനുള്ള ഒരു ഇതിൽ നമുക്കത് കുറച്ചു നേരം ചിലപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റേ ഒരു പട്ടിയുടെ സാധനം വെക്കാനും സുഖമായിട്ട്. കാരണം സ്റ്റാർട്ടിങ്ങിൽ മറ്റേ പുള്ളി അത് കഴിഞ്ഞ് പുള്ളി എപ്പോൾ വന്നെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. പക്ഷെ അത് കഴിഞ്ഞ് ഉള്ള സീനുകൾ കട്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ഈ സിനിമയിൽ സാറിന് മറ്റേ പണ്ടോട്ടുള്ള ഇന്റർവ്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ സിനിമ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല, പുള്ളിയുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് കിടന്ന് അവർക്ക് അതൊക്കെ പുള്ളി ആ ഒരു മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്തായിരുന്നു. അവർ പറഞ്ഞല്ലോ അവരുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒരു അത് ഞാൻ ചിന്തിച്ചു. ഈ സിനിമയിൽ മറ്റേ എഡിറ്റിങ്ങിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് പിന്നീട് ഞാൻ ചിന്തിച്ചു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം അതിലൊരു പറയുന്ന സംഭവമുണ്ട്, ഈ കൊച്ച് ഇങ്ങനെ ഒരു കുതിരവണ്ടി വരുന്ന സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞൊരു കഥ അവർ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഇവരുടെ ഇത്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഇങ്ങനെ ആക്ച്വലി ഇതൊരു സീനിൽ കാണുന്നുണ്ട്, ഒരു കുതിരവണ്ടി കണ്ടിട്ട് വരുന്നൊരു സീനുണ്ട് പുള്ളിക്ക്. എനിക്ക് തോന്നുന്നു സിനിമയുടെ ഇൻട്രൊഡക്ഷൻ സീനിൽ മോഹൻലാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻ ഇപ്പോൾ ഉള്ള വേർഷനിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ സെക്കൻഡ് ഇൻട്രോ, അതായത് വിശാഖ കൃഷ്ണമൂർത്തി സെക്കൻഡ് അത് കോളേജിലേക്ക് വിളിക്കുന്നത് ഒരു ലെറ്റർ വായിക്കുന്നിടത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊന്ന് അതിന് തൊട്ട് മുമ്പുള്ളൊരു സീനുണ്ട്. അതായത് ജഗദീഷിനെ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നൊരു സീനുണ്ട്. അവിടെ നിന്ന് ഇത് ബിഗിൻ ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് ഒരു തോന്നൽ. അവിടെ നിന്ന് ബിഗിൻ ചെയ്ത് ഈ പെങ്കൊച്ച് വന്ന് വിളിക്കുമല്ലോ, ഇത്താക്കണ്ണ ഫോൺ വരുന്നു പറഞ്ഞ് ഫോൺ എടുക്കാൻ പോയി ജഗദീഷ് അടച്ചെന്ന് പറഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് പറയുന്നത് ജനാർദ്ദനാണ് വിളിക്കുന്നുള്ളത് മോഹൻലാൽ പറഞ്ഞു. അവിടെ ആ ഇൻട്രോ സെറ്റ് ചെയ്യാൻ പറ്റും. ആ സീക്വൻസ് എന്താ കളഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു പക്ഷേ തൊട്ട് മുമ്പത്തെ ആ ഫൈറ്റുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡയലോഗ്സോ കാര്യങ്ങളോ അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടാണ് അറിയില്ല. മ്യൂസിക് ഇങ്ങനെ കണ്ടിന്യൂ പ്ലേ അങ്ങനെയുള്ള ഉണ്ടായിരിക്കും, അതറിയില്ല. അപ്പോൾ ഞാൻ ഇത് ആലോചിച്ച് പറഞ്ഞപ്പോൾ മോഹൻലാൽ ഉറങ്ങുന്നൊരു സീനിൽ പടം തുടങ്ങുകയാണെങ്കിൽ ലൈക്ക് ഈ ഒരു പോർഷൻ സെക്കൻഡ് തുടങ്ങുകയാണെന്നെങ്കിൽ ഈ കുതിരവണ്ടി വരുന്ന സ്വപ്നം ഉണ്ടല്ലോ അത് രണ്ടാമത് പ്ലേസ് ചെയ്തത് എടുത്ത് ഒന്ന് മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ ട്രാക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകുന്നത് പോലെ തോന്നി. പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അവരെടുത്ത ഡിസിഷനിൽ ഇങ്ങനൊരു ടെക്നിക്കൽ എററാണ് അത്. ബേസിക്കലി ടെക്നിക്കൽ എറർ എന്ന് വെച്ചാൽ അത് അവർക്ക് ഈ ഷോർട്സുകൾ കട്ട് ചെയ്ത് കളയുന്നതനുസരിച്ചിട്ട് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടും അത് കഥയെ ഓൺ ദ സ്പോട്ട് അവർക്ക് കിട്ടിയ ഫയൽസിന്റെ അവസ്ഥ അറിയത്തില്ല. ഇപ്പൊ ഇതിലെന്താണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഇത് വന്നതെന്നുള്ളത്. പക്ഷെ അതൊന്നും നമുക്ക് ഈ സിനിമ ആസ്വദിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. തിയേറ്ററിൽ ഈ സിനിമ കാണുമ്പോൾ കാണുന്ന എല്ലാവരും ഒരു ഈ സിനിമ ഫസ്റ്റ് ടൈമായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന ഒരു മലയാളി എനിക്ക് അറിയില്ല. എനിക്ക് ഒരുപക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. വളരെ കുറവായി അവരുടെ കാണുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. കേട്ടിട്ടുണ്ട്. അവരിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണെങ്കിൽ അവർ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. കാര്യം ഈ സിനിമയെ പറ്റിയുള്ള ഡിസ്കഷൻസ് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പൊതുവെ പോസിറ്റീവ് റിവ്യൂസ്. അതെ, പോസിറ്റീവ് റിവ്യൂ ആണ്. ഒരുപാട് നാളുകൾ നടക്കുന്നത്. കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വാഴ്ത്തുന്നതുകൊണ്ട് ഇതിനെ പിന്നെ ഇത് അന്ന് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളതിലും ബെറ്റർ വേർഷൻ ആക്കാവുന്ന ഒരു കഥയുണ്ട്. അതായത് അന്ന് ചിലപ്പോൾ ഈ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ റിക്വയർമെന്റ് വേണമെന്ന് തോന്നിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കഥ ഇതിലും ബെറ്റർ ആയിട്ട് അവതരിപ്പിക്കാറെന്ന് തോന്നും. അന്ന് അവർക്ക് കുറച്ച് പ്രഷർ ഉണ്ടായിരിക്കില്ല, ഇങ്ങനൊരു കഥ ഇത്രയും ബഡ്ജറ്റും വേണം. പക്ഷെ അപ്പം നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തായിരിക്കും. അതെ. എനിക്ക് പാട്ടാണ് പടത്തിലെ പാട്ടാണ് തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര ഇമ്പാക്ട്. അതായത് എന്തൊരു മഹാനുഭാവലു തിയേറ്ററിൽ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. പക്ഷെ പലരും പറയാത്തൊരു സാധനമാണ് മറ്റേ എൻജീവൻ എന്നുള്ള സോങ്. അതെ, ആ സോങ് ശരിക്കും എനിക്ക് കൂടുതൽ അതാണ് തിയേറ്ററിൽ കേട്ടപ്പോൾ ഭയങ്കര നല്ല ഷാർപ്പായിട്ടാണ് മറ്റേ വോക്കൽസ്. പക്ഷെ ഞാൻ ആ പാട്ട് ശരിക്കും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടോ. ഇതിലിപ്പോൾ കരളേനിൻ കൈ പിടിച്ചാലോ ഇല്ലെങ്കിൽ ഈ 2 പാട്ടാണ് കൂടുതലും നമ്മൾ, പിന്നെ പൂവേ ഈ 3 പാട്ടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്. ഈ എൻജീവൻ എന്നുള്ള സോങ് ഞാൻ അധികം കേട്ടിട്ടില്ല. പക്ഷെ ഇവിടെ തിയേറ്ററിൽ ഇത് കേട്ടപ്പോഴാണ് ഞാൻ ചേട്ടാ ഇത് ശരിക്കും നമ്മളധികം ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ഇതെന്നുള്ളൊരു ഫീല് തോന്നിയത് അപ്പോഴാണ്. പക്ഷെ അത് പിന്നെ ഇതിൽ എസ്പെഷ്യലി ഈ പഴയ പടം ആയതുകൊണ്ടാണ് ഇവരുടെ ഈ പെർഫോമൻസ് ഉള്ള കുറച്ച്
ഓവർ ഡ്രാമാറ്റിക് സംഭവങ്ങളുണ്ടല്ലോ, അത് ഇപ്പൊ അത് ഇന്നാണ് ഈ പടം ഇറങ്ങുന്നെങ്കിൽ ചിലപ്പോൾ അത് ഒരുപാട് ക്രിറ്റിസിസം മെലോ ഡ്രാമ ആണല്ലോ. നമ്മൾ ഓൾറെഡി അത് കുറച്ച് നാളെ മുമ്പ് കണ്ടതുകൊണ്ട് നമുക്കത് ഓക്കെ, അന്നത്തെ അഭിനയം അല്ല അന്ന് ലൈനിൽ ഇവർ ഇങ്ങനെയായിരുന്നു കൂടുതൽ സിനിമയിൽ ഇവർ പെർഫോം ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ ആക്ച്വലി പടം ഒരു അല്പം ഡ്രാമയാണല്ലോ, പടത്തിനകത്തുള്ളൊരു സാധനവും ഡ്രാമ. അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ ജയപ്രദയും മറ്റേ മോഹൻലാലുള്ള ഇതായിരുന്നു ഏറ്റവും കൂടുതലും കുറെ ഡ്രാമാറ്റിക്കലി. ജയപ്രദ വന്ന സിനിമകളെല്ലാം ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ വന്ന് കൊളവാക്കി എന്നുള്ള സെറ്റപ്പ് അത്രയും പറയാറില്ല. അവരുടെ ക്യാരക്ടറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആക്ടിങ് വൈസ് ആയാലും. ഈ പറയുന്ന പോലെ മലയാളമൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് പൊതുവെ പറ്റുന്ന ഇത്രയും മെയിൻ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ കുറച്ച് കുളവാകാൻ ചാൻസ് ഉള്ള സാധനമാണ്. പിന്നെ ഈ പടം ഒരിക്കലും കാണാത്ത ഒരാളെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പടം റിലീസ് ചെയ്ത് അപ്പോൾ അവിടെ കുറച്ച് നല്ല റിവ്യൂസ് അവർ നല്ല റിവ്യൂ പറയുന്നുണ്ട്. പക്ഷെ ആരും ഈ ജമ്പിനെ പറ്റി സംസാരിച്ച് ഞാൻ കേട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നത് അത് അവർ പഴയ സിനിമ ആയതുകൊണ്ട് ഇനി ഇങ്ങനെയാണോ ഇതിന്റെ എഡിറ്റിംഗ്. പിന്നെ അവരുടെ സിനിമ ലാംഗ്വേജിലും ജമ്പ് ഒരു വലിയ വിഷയമല്ല പലപ്പോഴും, അതിങ്ങനെ അത്ര സ്മൂത്ത് അല്ല ചേട്ടാ. ഇപ്പം ഇവിടെയും ജമ്പ് എന്ന് പറയുന്നത് നമുക്കൊരു എനിക്ക് തോന്നുന്നു സിനിമ കാണാത്ത ഒരാൾക്ക് കാണുമ്പോഴും അത് ഫീൽ ചെയ്യും. മീൻസ് കണ്ടവരെ സംബന്ധിച്ച് ജഗതിയുടെ ക്യാരക്ടർ ഭയങ്കര മെമ്മറബിൾ ആണ്. ഈ തമാശ അന്ന് കേട്ട് ചിരിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ കാലം കഴിയും തോറും അത് കുറച്ച് അരോചകമായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുകയും അത് അന്നേ ഇവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും ആണ് ഇവരതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തത്. പക്ഷെ പലപ്പോഴും ജഗതിയുടെ ഈ സീക്വൻസുകൾ പടത്തിന്റെ സ്കേരി എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റീരിയസ് എലമെന്റിനെ എൻഹാൻസ് ചെയ്യാൻ സംഭവിക്കും. ജഗതിയുടെ ക്യാരക്ടർ ആയിരിക്കും ചില പ്രശ്നം. ആ അച്ഛൻ അങ്ങനെ സംസാരിക്കുന്ന രീതി ചിലപ്പം എല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡ് എടുക്കത്തില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരത് കംപ്ലീറ്റ്ലി കട്ട് കളഞ്ഞത്. പിന്നെ ഈ ഫൈറ്റ്, പടത്തിലെ ഫൈറ്റ്, ഫസ്റ്റ് ഇൻട്രോ ഫൈറ്റ്, അത് പടത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷേ സിനിമയിൽ ഇത് ഇപ്പോഴത്തെ വേർഷനിൽ ഇവരാ മോഹൻലാലിനെ കുതിരവണ്ടി ഇടിച്ചിട്ടതിന് ശേഷം ഒരു ഫൈറ്റ് നടക്കും. അത് ഇപ്പോൾ അവർ വെച്ചിട്ടില്ല. പക്ഷേ ഇവരൊക്കെ ചെയ്ത ആ ഫൈറ്റിൻ്റെ ശേഷം അതിങ്ങനെ 2 പാർട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. ഒന്നാ കുതിരവണ്ടിക്കാരുടെ ഇടയിൽ ഒരു ഫൈറ്റ്, അതിനുശേഷം അവിടെ നിന്ന് ഈ പൈൻ ഫോറസ്റ്റിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഇവർ മിഡ് പോയിന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്ലേസ് ചെയ്യുക. അപ്പം നമ്മൾ ഒന്നുകിൽ അത് കംപ്ലീറ്റ്ലി പ്ലേസ് ചെയ്യണമായിരുന്നു, ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി എടുത്ത് കാണണം. ഇപ്പോൾ അവിടെയും ഈ പറഞ്ഞ ജമ്പ് കുറച്ച് സീനായിട്ട് ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് എവിടുന്നും കുറച്ച് ആൾക്കാർ വരുന്നതിൻ്റെ ഒരു ഫീലുണ്ട്. അത് സിനിമ കാണുന്നതിന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ തിയേറ്ററിൽ വന്ന ആൾക്കാരെല്ലാവരും ഇത് പണ്ട് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തിയേറ്ററിൽ കണ്ട സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇരുന്ന ആൾക്കാരെല്ലാവരും ജഗതി എവിടെ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. എടാ ജഗതി എന്താ കാണിക്കാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ ജമ്പിൽ കുറച്ചധികം ആൾക്കാർ ഇതെന്താ ഇങ്ങനെ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് പടം ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ സമയത്ത് ഇതാണ് ആൾക്കാർ കുറച്ച് പേര് ഇത് എക്സ്പെക്ട് ചെയ്ത് ഓൾറെഡി പഴയ പടം ഇവരെന്തോ കട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാം. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തായിരിക്കും എന്നറിയില്ലല്ലോ. അങ്ങനെ പോയിരുന്നു കണ്ടിട്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ ജമ്പ് കണ്ടപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഇടയ്ക്ക് ഇതെന്താ ഇങ്ങനെ ഒരു ഇതൊന്ന്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഫൈറ്റിൽ മറ്റേ ശബ്ദം കേൾക്കുന്നത്. അധികം നേരം ഓടിച്ചിട്ടില്ല ഫൈറ്റില്ലാത്തോണ്ട്. അത് കുറച്ചേ ഞാനിത് കേട്ടോ പെട്ടെന്ന് ഇത് പെട്ടെന്ന് ഡിഷും ഫൈറ്റ് കാണുന്നു കുറെ കാലം കഴിഞ്ഞിട്ട്. അല്ല അത് പഴയ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫൈറ്റിനൊക്കെ അവരെ എക്സ്ട്രാ എനിക്ക് തോന്നുന്നു മറ്റേ ഇമ്പാക്ട് സൗണ്ടുകളൊക്കെ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ ഇരിക്കാൻ കുറച്ച് അറിയാൻ പറ്റും. പിന്നെ പടത്തിന്റെ ഉള്ളിലെ ബ്രില്യൻസിനെ കുറിച്ച് സംസാരിക്കണം. മറ്റേ പ്രാവിന്റെ സാധനമൊക്കെ എടുത്ത് ഇവര് കുറച്ച് VFX എക്സ്ട്രാ ചെയ്തിട്ട് ലൈറ്റ്, അതായത് ഇങ്ങനെ ടെക്നിക്കൽ സാധനങ്ങളൊക്കെ ഷോട്ടിലൊക്കെ റിമൂവ് ചെയ്യുക. പിന്നെ എനിക്ക് ഇവരുടെ ഇതിനകത്ത് മനസ്സിലായത് മറ്റേ ലാസ്റ്റ് ക്ലൈമാക്സിൽ 2 പ്രാവ് പറന്നു പോകുന്ന ഇവര് റീക്രിയേറ്റ് ചെയ്തു. ഒറിജിനൽ അതൊരു VFX പ്ലേറ്റ് പോലെ സാധനമാണ്. പക്ഷെ അതിൽ ഒറിജിനൽ ഇവര് പ്രാവിനെ ഉപയോഗിച്ച് ഗ്രീൻ മാനിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത സാധനമാണ്. ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി അത് ഡിജിറ്റൽ ആയിരുന്നു. ഇപ്പൊ കാണുമ്പോൾ നമ്മൾ ഫോണിലൊക്കെ കാണുമ്പോൾ പഴയത് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. ഇത് പ്രാവ് ഇങ്ങനെ മറ്റേ അതുവരെ നമ്മള് വയ്യാതെ ഇങ്ങനെ ചിറകടിച്ചു പോകുന്നൊരു ഫീൽ അല്ലേ. അതുവരെ നമ്മള് റിയൽ പ്രാവിനെ കണ്ട് ക്ലൈമാക്സ് മെയിൻ സീൻ വരുമ്പോൾ കുറച്ച് ഡിജിറ്റൽ. ഇപ്പം യൂട്യൂബ് കിടക്കുന്നതിലും റീമാസ്റ്റർ വേർഷൻ ഉള്ള യാത്രകൾ റീമാസ്റ്റർ വേർഷൻ ഇല്ലല്ലോ ഇപ്പൊ മറ്റേ അമൃത ടിവിയുടെ ഒരു വേർഷൻ കിടപ്പുണ്ട്. അത് റീമാസ്റ്റർ അല്ല അതല്ല, അത് മാത്രമേ കിടപ്പുള്ളൂ. നേരത്തെ കിടപ്പുണ്ടല്ലോ മാറ്റിയുടെ അതിനകത്ത് വേറെ കിടപ്പുണ്ടായിരുന്നു നേരത്തെ. അത് തന്നെ ആ വേർഷൻ അവർ ഈ പടം റിലീസ് ആകുന്ന സമയത്ത് അവരത് അത് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഒറിജിനൽ ഇതായിരുന്നു തോന്നുന്നു അല്ലേ. അതിനകത്ത് വേർഷൻ തോന്നിയിട്ടുണ്ട്. ടിവിയുടെ വേർഷന്റെ അകത്ത് മറ്റേ പഴയ ഫുൾ പടം പഴയ പടം. അപ്പൊ അതിനകത്ത് ഒറിജിനൽ വേർഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഇവര് മറ്റേ മാറ്റിയെന്ന് പറഞ്ഞ് കാണിക്കുന്ന ക്ലിപ്പിനകത്തും ഈ പുതിയതും പഴയത് ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മള്
പഴയത് കുറച്ച് ബെറ്റർ ആണ് ആനിമേഷൻ വൈസ് ഒക്കെ. പുതിയതിന്റെ പ്രശ്നം ആനിമേഷൻ അത്ര. അതെ ആനിമേഷൻ അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഇതെന്താ, ഞാനും അത് കണ്ടപ്പം അത് പെട്ടെന്ന് ഓർത്തില്ല. പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് മാത്രമേ ഞാൻ അവിടെ എത്തിയപ്പോൾ കുറച്ച് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒന്നെങ്കിൽ ചിലപ്പം മറ്റേ ഈ ബഡ്ജറ്റിന്റെ എന്തെങ്കിലും അല്ലല്ല, ഈ VFX ചെയ്യുന്ന പ്രിന്റ് ഉണ്ടല്ലോ, അത് ഫിലിമിലായതുകൊണ്ട് തന്നെ VFX ചെയ്യുന്ന ശേഷം ഇത് രണ്ടാമത് വീണ്ടും ഫിലിമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത ഫൂട്ടേജ് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, അങ്ങനത്തെ ഫൂട്ടേജിന് ഒരു കളർ ഗ്രേഡ് ഒരു വ്യത്യാസം ഉണ്ടാവും, കളറിൽ വ്യത്യാസം ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു ഇവർക്ക് രണ്ടാമത് ഇപ്പം ഈ റീമാസ്റ്ററിങ് പ്രോസസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഈയിടെ ഇന്ത്യൻ കണ്ടപ്പോഴും അതിനകത്ത് അതെ മറ്റേ രണ്ടുപേരും തിയേറ്ററിൽ വന്ന പ്രിന്റിന് വലിയ പ്രശ്നമില്ലായിരുന്നു. അതെനിക്ക് അതുവരെ ഒരു പരിധി വരെ അത് മാനേജ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അല്ലാതെ നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്ത് പാട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇന്ത്യനിൽ പുതിയ റീമാസ്റ്ററിന്റെ പാട്ടുകൾ വന്നു. ഇല്ല എനിക്കറിയില്ല. അതിന് പഴയ പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ വരുന്ന ഷോട്ടുകൾക്ക് ഇങ്ങനെ കളർ വ്യത്യാസം ഭയങ്കര. അത് അന്ന് ഈ ഫിലിമിലേക്ക് ഇത് വീണ്ടും രണ്ടാമത് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നം തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഇവർ ഇപ്പം ഇത് കംപ്ലീറ്റ്ലി ഡിജിറ്റലി ആ പ്രാവ് പറക്കുന്ന ആ ഒരു ഷോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ ഇതുപോലെ അങ്ങനെ റീമാസ്റ്റർ ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും പടങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമന്റ് ചെയ്യും കേട്ടോ. ഓഡിയൻസ് കാണുന്നവരാരെങ്കിലും ഒക്കെ കാണുമായിരിക്കുമല്ലോ. അല്ല ആക്ച്വലി ഇനി വരുന്നുണ്ടല്ലോ, ഇപ്പം അടുത്ത ഈ ആഴ്ച ഉണ്ടല്ലോ, ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ച ഉണ്ടല്ലോ. എന്താ അതെ ഇനി മെയിൻ പടം നമുക്ക് മണിച്ചിത്താഴ് അത് റിലീസ് വരുന്നുണ്ട്. അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിലീസുണ്ട്. അത് ഇപ്പൊ ട്രെയിലറൊക്കെ തിയേറ്ററിൽ കണ്ടിടത്തോളം ഭയങ്കര രസമുണ്ട്. അത് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടിട്ട് അത് ഈ പറയുന്ന ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ക്വാളിറ്റി. ആക്ച്വലി അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അത് തിയേറ്ററിൽ പണ്ട് കണ്ടിട്ടില്ല, അത് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന തിയേറ്ററിൽ കാണാൻ പറ്റുക അത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല. അതിനകത്ത് നമുക്കിപ്പോൾ വലിയ അഭിപ്രായം പറയാനൊന്നും ഇല്ല. അതിനകത്ത് എഡിറ്റിംഗ് കട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് ഒരു രീതിയിലുള്ള അല്ല, ആ സിനിമ ബേസിക്കലി നമുക്ക് കണ്ടാൽ മതി. അതൊരു മാസ്റ്റർ പീസാണ്. അതിനകത്ത് അഭിപ്രായം പറയാനൊന്നും ഒരു കാര്യമില്ല. അതിപ്പോൾ എല്ലാ വർഷവും ഈ ലോകം ഉള്ളിടത്തോളം കാലം മണിച്ചിത്താഴ് മാസ്റ്റർ പീസ്. അത് ഇന്നലെ മാസ്റ്റർ പീസ്, ഇന്ന് മാസ്റ്റർ പീസ്, നാളെ അങ്ങനെയില്ല. ഇത് എല്ലായ്പ്പോഴും അത് മാസ്റ്റർ പീസാണ്. അതിന് മേളിലൊരു പടം ഇല്ലല്ലോ ആർക്ക്. നമ്മൾ പറയാത്ത ഒരാളുണ്ട് മറ്റേ ആക്ടേഴ്സിൽ മോഹൻലാൽ. അപ്പോൾ അതായത് പഴയ മോഹൻലാലിനെ കാണണം എന്ന് പറഞ്ഞ ആളുകൾക്ക് പഴയ മോഹൻലാലിനെ പഠിച്ച ലാലേട്ടനെ കാണണമെന്നുള്ള ഫാൻസിന്റെ വലിയ ആഗ്രഹം ഇതിന്റെ ദേവദൂതന്റെ റീ റിലീസിലൂടെ നടത്തും. ഇനിയിപ്പോൾ മണിച്ചിത്താഴിന്റെ റീ റിലീസിലൂടെ വീണ്ടും നടക്കും. മറ്റേ ഇതിനകത്ത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള എല്ലാ അവാർഡെല്ലാം കിട്ടിക്കണ്ടിട്ടുള്ള മോഹൻലാൽ ലുക്കില്ലേ, ആ ഒരു പേസിങ്, ആ ഒരു ഇതൊക്കെ അത് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആ ഒരു ചെറിയ ഭാഗം അതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ. ഫസ്റ്റ് പടം തുടങ്ങുന്ന ആ ഒരു സീനില്ലേ, ആ ഒരു പ്രസ് മീറ്റ് തന്നെ കുറച്ച് ലോങ് ആയിരുന്നു ഒറിജിനൽ വേർഷനിൽ. ഇപ്പൊ നമ്മൾ കാണുന്ന വേർഷനിൽ അതിനകത്ത് കുറച്ച് കണ്ടന്റുകൾ ഇവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ചിലപ്പോൾ ഡയലോഗിൽ ജമ്പ് വരും, അതായത് ഇതിന്ന് ഇതിലേക്ക് പോയെന്നൊരു ഫീൽ വരും. അതുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം എനിക്ക് പടം രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ തിരിച്ച് വന്നതിന് ശേഷമാണ് പഴയ ദേവതൻ എടുത്ത് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഓടിച്ച് നോക്കി ഇവർ എവിടെയൊക്കെയാണ് ഈ സ്പോട്ട് കറക്റ്റായിട്ട് ഇപ്പോൾ കട്ട് ചെയ്തതിൽ നമുക്ക് എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി, അതിന് വേറെ ബെറ്റർ ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി രണ്ടാമതൊന്നും കണ്ട് ജസ്റ്റ് എടുത്ത് ഇങ്ങനെ ഫോർവേഡ് നോക്കിയ സമയത്താണ് ഈ ഫസ്റ്റ് സീനിലെ ഈ എക്സ്ട്രാ ഡയലോഗ്സ് ഞാൻ കേൾക്കുന്നത്. ആ പ്രസ് മീറ്റിലുണ്ടാകുന്ന കുറച്ച് ഡയലോഗ്സ് ഇവർ എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോൾ അത് ആ വേർഷൻ ഓഫ് മോഹൻലാലിൻ്റെ എന്തെങ്കിലും റോളുകളോ അല്ലെങ്കിൽ അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പിന്നെ ചെറുപ്പകാലത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ബഹളവും ദേഷ്യക്കാരനും ഒക്കെ ആണല്ലോ, അഹങ്കാരിയായൊരു ആണല്ലോ. ഇല്ല ആക്ച്വലി 2000-ന് ശേഷമാണ് പുള്ളി ഇങ്ങനത്തെ ഒരു എന്താ പറയുക സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ മാത്രം പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ഇത് വന്നത്. അതിൻ്റെയൊക്കെ ആ ടൈം, അതായത് അതിൻ്റെ ആ ക്രോസ് ഓവർ ടൈം അല്ല, അത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമായിട്ട് വേണം കറക്കാം. ആക്ച്വലി അതിന് മുമ്പൊക്കെ കുറേ കൂടി ഒരേ സമയത്ത് ആക്ഷൻ പടം ചെയ്യായിരുന്നു, ഒരേ സമയത്ത് മറ്റേ എന്താ പറയുക അഭിനയ പ്രാധാന്യമുള്ള പടങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നല്ലോ. പിന്നെ 2000-ന് ശേഷമാണ് സ്ഥിരം ടിപ്പിക്കൽ മുണ്ടുമടക്കി ഇടി പടത്തിലേക്ക് മാറിയത്. പിന്നെ അതിനിടയ്ക്കും കുറച്ച് നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ തന്മാത്ര പോലെ ഭ്രമരം പോലെ കുറച്ച് നല്ല പടങ്ങൾ മൊത്തം കട്ട് ചെയ്യണം, ഒരുപാട് ലെങ്തായി പോയിരുന്നു. അപ്പോൾ ദേവദൂതൻ തിയേറ്ററിൽ ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഇനിയിപ്പോൾ മണിച്ചിത്താഴ് വരുന്നുണ്ട്. ഈ സിനിമകൾ തിയേറ്ററിൽ കാണാൻ പറ്റാത്തവരും തിയേറ്ററിൽ കണ്ടവർക്കും ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ പോയി കാണാനുള്ള അവസരമാണ്. മിസ് ചെയ്യാതിരിക്കുക, തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഈ വീഡിയോ കണ്ടവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.